ബംഗാൾ പിടിക്കുക എന്നതാണ് BJPയുടെ ഏറ്റവും വലിയ പോരാട്ടം. ഫിസിക്കലി മമത അവിടെ എത്തി ഈ റെയ്ഡിനെ നേരിടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. SIR-നെതിരെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബംഗാളിൽ മാത്രം. ആകെ 7.76 കോടിയോ മറ്റോ ആണ് അവിടുത്തെ ടോട്ടൽ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. അതിൽ 1.5 കോടി മനുഷ്യർ ഈ രേഖകളുമായി പോകേണ്ട ഒരു അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത്. സ്ത്രീകളുടെ ഒരു പ്രസൻസ് കുറെ കൂടി TMCയിലേക്ക് വലിയ തോതിൽ കടന്നു വരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഗ്രൗണ്ടിൽ നടത്തുന്നുണ്ട്. മഹാകാൽ മഹാതീർത്ഥ ക്ഷേത്രം എന്ന് പറഞ്ഞ് സിലിഗുരിയിൽ അവരൊരു ക്ഷേത്രം പ്രഖ്യാപിച്ചു. സർക്കാർ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 300 ചില്ലറ കോടി ഉറുപ്പികയാണ് അതിന് കൊടുക്കുന്നത്. ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. കേരളത്തിന് മലയാളികൾക്ക് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോളം തന്നെ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാളികൾ അത്രത്തോളം ശ്രദ്ധാപൂർവം പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മലയാളികൾ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള കുറിപ്പുകൾ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ടതാണ് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് മലയാളികൾക്ക് കൂടി. എന്തായിരിക്കും 2026 തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അവിടെ ഇപ്പോൾ ദീർഘകാലം ഭരിച്ച ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും നിയമസഭയിലില്ല. കോൺഗ്രസിനും ഒരു സീറ്റ് പോലും നിയമസഭയിലില്ല. പ്രധാന പ്രതിപക്ഷം BJP ആണ്. BJPക്ക് 77 സീറ്റുകളുണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. തൃണമൂൽ കോൺഗ്രസിനാവട്ടെ, മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനാവട്ടെ 213 സീറ്റാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ BJP അധികാരം പിടിക്കും എന്ന് പ്രഖ്യാപിക്കുകയും വലിയ പ്രചാരണം നടത്തുകയും നരേന്ദ്രമോദിയും അമിത്ഷായും പല കുറി പ്രചാരണ യോഗങ്ങൾക്കെത്തുകയും റാലികൾക്കെത്തുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ 2021 കണ്ടിരുന്നു. അതിനുശേഷവും മമതാ ബാനർജി അവരുടെ സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണയും മമതാ ബാനർജി വലിയ വീറോടുകൂടി BJPയെ നേരിടുന്ന കാഴ്ച നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അത് ബംഗാളിൽ നടപ്പാക്കുന്ന രീതി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി വാദിക്കുന്ന മമതാ ബാനർജിയെ നമ്മൾ കണ്ടു. മറ്റ് സ്റ്റേറ്റുകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഒബ്സർവർമാരെ നിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിവോടുകൂടി ഒബ്സർവർമാരെ നിയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുകയാണ് എന്ന ആക്ഷേപം ഗൗരവത്തിൽ ഉന്നയിക്കുകയാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചെയ്തത്. ഈ വാദം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട മറ്റു കക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വാദം കേൾക്കൽ അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ മമതാ ബാനർജി വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്ന കാഴ്ച നമ്മൾ കാണും. അങ്ങനെ വളരെ സങ്കീർണമായി ഇതിനൊപ്പം പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ പലകുറി ഇതിനകം തന്നെ പശ്ചിമ ബംഗാളിൽ സന്ദർശനം നടത്തിക്കഴിഞ്ഞു. നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, പൊതുയോഗങ്ങൾ ഇതൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ എങ്ങനെയാണോ ഫോക്കസ് ചെയ്തത് അതുപോലെ തന്നെ ഇത്തവണയും പശ്ചിമ ബംഗാളിനെ BJP ഫോക്കസ് ചെയ്യും എന്ന് പരോക്ഷമായി അവർ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം പശ്ചിമ ബംഗാളിൽ ഉണ്ടാവും എന്നാണ് ഇത്തവണത്തെ പ്രതീക്ഷ. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായൊരു സാഹചര്യം ബംഗാളിലുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോട് അതിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെയാണ് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബംഗാളിൻ്റെ ചരിത്രത്തെ ഉടനീളം നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ ഷെയ്ഡ്സിലൂടെയും കടന്നുപോയി ബംഗാൾ ഈ 75 കൊല്ലം കൊണ്ട് എന്ന് പറയണം. ആദ്യത്തെ 4 മന്ത്രിസഭകൾ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ബംഗാളിലെ ആദ്യ 4 മന്ത്രിസഭകൾ കോൺഗ്രസ്സാണ്. പിന്നീട് ഇടതു പാർട്ടികൾ എമേർജ് ചെയ്ത് വരുന്നു. ഇടതു പാർട്ടികൾ എന്ന് പറഞ്ഞാൽ CPI മീൻസ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ CPM-ഉം CPI-യും, പിന്നെ മറ്റ് ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള മറ്റ് RSP ഉൾപ്പെടെയുള്ള പാർട്ടികൾ. കേരളത്തിലേതിനേക്കാൾ കൂടുതൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൂടി ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ സ്വാധീനം മൂലമുള്ള ആ തരത്തിലുള്ള ഫോർവേഡ് ബ്ലോക്ക് പോലെയുള്ള പാർട്ടികൾക്ക് സ്വാധീനമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇടത് കോയലീഷനിലൂടെ ഉള്ള മന്ത്രിസഭകളുണ്ടായി. 1977 മുതൽ ഇങ്ങോട്ട് 3.5 പതിറ്റാണ്ട് 2011 വരെ ഇടതുപക്ഷത്തിൻ്റെ CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ
ഒറ്റക്കുള്ള ഭരണമുണ്ടായി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യ 4 മന്ത്രിസഭകൾ, പിന്നെ മുന്നണി മന്ത്രിസഭകൾ, പിന്നെ ഇടതുപക്ഷത്തിൻ്റേത് മാത്രമായ മന്ത്രിസഭകൾ, അതിനുശേഷം വരുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജി വിട്ടുപോവുകയും TMC ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം 1998 TMC അവിടെ എമേർജ് ചെയ്ത് പുതിയ ഒരു ഫോഴ്സായിട്ട് വരുന്നു. കോൺഗ്രസ് താഴേക്ക് പോകുന്നു, ലെഫ്റ്റ് താഴേക്ക് പോകുന്നു. പക്ഷേ കുറച്ചു കാലം ഇടതുപക്ഷവും TMCയും തമ്മിലുള്ള മത്സരമായി തുടർന്നു. അതിനുശേഷം ഇടതുപക്ഷവും നിഷ്ക്രമിക്കുന്നു. ഇപ്പോൾ TMCയും തൃണമൂൽ കോൺഗ്രസും BJPയും മാത്രം രംഗത്തുള്ള ഒരു ബൈപ്പോളർ രാഷ്ട്രീയ സംവിധാനമായി ബംഗാൾ മാറുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ എല്ലാ ഷെയ്ഡ്സിലൂടെയും യഥാർത്ഥത്തിൽ ബംഗാൾ കടന്നുപോയി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഒരു പക്ഷേ BJP പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന, അവർക്ക് ഏറ്റവും വാശിയോടുകൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി ഏറ്റവും ഗ്രൗണ്ടിൽ വലിയ തോതിലുള്ള മത്സരങ്ങൾ, വലിയ തോതിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറിയിരിക്കുന്നു. അപ്പോൾ BJPയും മമതാ ബാനർജി എന്ന നേതാവും തമ്മിലുള്ള ഒരു ഫൈനൽ അംഗമാണ് യഥാർത്ഥത്തിൽ 2026 ബംഗാൾ തെരഞ്ഞെടുപ്പ്. ബംഗാളിൻ്റെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഈ നോക്കുമ്പോൾ ഈ 977 ശേഷം 2011 വരെ ഇടതുപക്ഷം ഭരിച്ച ഒരു കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ള 294 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകളുടെ എണ്ണം ഒരുപക്ഷെ നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. കാരണം ഏതാണ്ട് 250 സീറ്റ് വരെ ഇടതുപക്ഷം ജയിച്ച് തെരഞ്ഞെടുപ്പുണ്ട്. 2011 അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടിയത് 230-ലധികം സീറ്റാണ്. ആകെ 294 സീറ്റേ ഉള്ളൂ. അതിൽ 230-ലധികം സീറ്റ് നേടിയിട്ടാണ് 2006 ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത്. അവിടെ നിന്നാണ് 2011 ഏതാണ്ട് 184 സീറ്റ് നേടിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിക്കുന്നത്. തൊട്ട് പിന്നാലെ 2011 ഏതാണ്ട് ഈ ലെഫ്റ്റിൻ്റെ അതേ ട്രെൻഡ് TMC കാണിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇടതുപക്ഷത്തിനുണ്ടായ അതേ സ്വാധീനം, അതേ നമ്പർ ഓഫ് വോട്ട്സ്, അതേ ഷെയർ എന്നതിലേക്ക് TMC കടന്നു വരുന്നതാണ് പിന്നെ കാണുന്നത്. 2011 184, 2016 ആകുമ്പോഴത്തേക്കും അത് 211 വർദ്ധിപ്പിക്കുന്നു. 2021 BJP അവരുടെ സകല ശ്രമവും നടത്തി മമതയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ 2 സീറ്റ് കൂട്ടി 213 സീറ്റിലേക്ക് അവരുടെ ടാലി വർദ്ധിപ്പിക്കാൻ മമതയ്ക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2016 BJPക്ക് വളരെ ചുരുങ്ങിയ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒറ്റ അക്കത്തിൽ മാത്രമായിരുന്നു BJPയുടെ അംഗസംഖ്യ. 3 സീറ്റാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, 3ഓ 5ഓ, അതിനപ്പുറം കൂടിയിട്ടില്ല. അവിടെ നിന്ന് 77 സീറ്റിലേക്ക് BJP 3-ൽ നിന്ന് 77ലേക്ക് അവരുടെ സീറ്റിൻ്റെ എണ്ണം കൂട്ടി. നമ്മൾ പ്രത്യക്ഷത്തിൽ മമതാ ബാനർജിയുമായിട്ടുള്ള മത്സരത്തിൽ, അത് നരേന്ദ്രമോദിയും അമിത്ഷായും നയിച്ച മത്സരത്തിൽ BJP തോറ്റു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി, ഈ മമതയുടെ വലങ്കയായിരുന്ന ഈ നന്ദിഗ്രാം മൂവ്മെൻറ്റിലൊക്കെ മമതയ്ക്കൊപ്പം നിന്നിരുന്ന സുവേന്ദു അധികാരിയെ പോലുള്ള നേതാക്കളെ BJPയിൽ എത്തിച്ചുകൊണ്ട് സുവേന്ദു അധികാരിക്കെതിരെ മമത മത്സരിച്ച് മമത തോൽക്കുന്നൊരു സിറ്റുവേഷൻ 2021 അതുകൊണ്ട് ഈ നേതാക്കളെ ഒക്കെ എത്തിച്ച് BJP ഒരു 3-ൽ നിന്ന് 77-ലേക്കുള്ളൊരു ജമ്പ് നടത്തി എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതുപോലെ 39% വോട്ട് BJP കഴിഞ്ഞ തവണ ബംഗാളിൽ നേടി എന്നുള്ളതും കാണാതിരുന്നുകൂടാ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ 2026 ഏതാണ്ട് 2021 എടുത്ത അതേ എഫേർട്ട് BJP ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അതേസമയം വേറൊരു കാര്യം കൂടിയുണ്ട്. 2021 മമത ഈ BJPയുടെ ഈ വലിയ തള്ളിക്കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേന്ദ്ര ഏജൻസികൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് 6 മാസം ഉടനീളം ഏതാണ്ട് അതിനേക്കാൾ ഫിയേഴ്സ് ആയിരുന്നു അവിടെ ബംഗാളിലെ സ്ഥിതി. മന്ത്രിമാരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്യുന്നു, പഴയ ഒരു ചിറ്റ് ഫണ്ട് സ്കാമുമായി റിലേറ്റ് ചെയ്ത് റെയ്ഡുകൾ നടക്കുന്നു, ഉദ്യോഗസ്ഥരെ മാറ്റാൻ ശ്രമിക്കുന്നു, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള ഭീകരത്തിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ മമതാ ബാനർജി അതിനെ ഫിസിക്കലായി തന്നെ തടയാൻ ശ്രമിച്ചു. അവർ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് ഇതിനെ നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ചില മന്ത്രിമാർ ഈ കേസുകളിൽ പെടും എന്നുള്ള ഭീഷണി കൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ കുറേ ആളുകൾ BJPയിലേക്ക് ഒഴുകിപ്പോകുന്ന കാഴ്ച കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് കണ്ടു. അവരൊക്കെ പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബംഗാളിലുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ തൊട്ട് മുമ്പാണ് ഐപാക് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇലക്ഷനിയറിങ്ങിൻ്റെ തന്ത്രങ്ങൾ രൂപവൽക്കരിക്കുന്ന ആ സംഘടനയുടെ ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്
വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ ഒരു മൈനിങ് സ്കാമുമായി ബന്ധമുണ്ട് ഈ കമ്പനി നടത്തുന്ന ഐപാക്ക് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡ് നടക്കുന്നതിൻ്റെ ഇടയിൽ, അത് നേരത്തെ ബഷീർ സൂചിപ്പിച്ച മമത ഫിസിക്കലി ഇത് നേരിടുന്നു എന്ന് പറഞ്ഞിട്ട്, ഈ റെയ്ഡ് നടക്കുന്നതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി ആ ഓഫീസിൽ കയറുന്നു, അവർ ചില ഫയലുകളുമായിട്ട് തിരിച്ചുപോയി എന്ന് ED അവകാശപ്പെടുന്നു. വെച്ചാൽ ഫിസിക്കലി മമത അവിടെ എത്തി ഈ റെയ്ഡിനെ നേരിടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മമതയ്ക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. അപ്പം ഇതും പ്രസ്താവന യുദ്ധമൊന്നുമല്ല, വളരെ ഡയറക്റ്റായി തന്നെ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് BJP നേരിടുക എന്നൊരു സ്ട്രാറ്റജി മമത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമായി നടപ്പാക്കി. അതിനൊപ്പം BJPയുടെ ഈ ദേശീയത, തീവ്ര ദേശീയത, തീവ്ര ഹിന്ദുത്വ, ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ബംഗാളി അന്തസ്സ് അല്ലെങ്കിൽ ബംഗാളികളുടെ ഒരു ബംഗാളികളുടെ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതി എടുത്തു വെച്ചുകൊണ്ട് അതിനെ ഇപ്പോൾ വന്ദേമാതരത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോഴും സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രശ്നം ഉയർന്നു വരുമ്പോഴും ഓരോ ഘട്ടത്തിലും അത് മമതാ ബാനർജി എടുത്തുപയോഗിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഏതാണ്ട് സമാനമായൊരു അന്തരീക്ഷം ഇപ്പോഴും ബംഗാളിലുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതിലെന്താന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു ആത്മവിശ്വാസം, BJPയും മമതാ ബാനർജിയും അല്ലെങ്കിൽ TMCയും തമ്മിലുള്ള ഈ വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം ബംഗാളിൽ കഴിഞ്ഞ 35-40 വർഷത്തിനിടെ, അല്ലെങ്കിൽ കഴിഞ്ഞ 1977 മുതലുള്ള 3.5 പതിറ്റാണ്ട് കാലം ഭരിച്ച CPIMന് അല്ലെങ്കിൽ ഇടത് പാർട്ടികൾക്ക് അവിടെ സംഭവിച്ച പരിണാമമായിരിക്കണം ഒരുപക്ഷെ BJPയുടെ പ്രതീക്ഷ. അതായത് ബംഗാളിനെ ഒരു റൗണ്ട് കൂടി മാറ്റിമറിക്കാൻ കഴിയും എന്നത്. അതിൻ്റെ ലക്ഷണങ്ങളും യഥാർത്ഥത്തിൽ നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ 77 മുതലുള്ള ചരിത്രമെടുത്താൽ രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും പിന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഡോമിനൻസ് ആയിരുന്നു ഇടത് പാർട്ടികൾ ഒറ്റയ്ക്ക് അവിടെ ഭരിക്കാൻ തുടങ്ങിയത് മുതലുണ്ടായത്. 230, 238, 251 1977, 82, 87 തെരഞ്ഞെടുപ്പിലെ സീറ്റാണിത്. ഈ 251 ഏറ്റവും ഉയർന്ന സീറ്റ്. 87-ലെ 251 സീറ്റ്. 91-ലെത്തുമ്പോൾ അത് 244 ആകുന്നു. 96-ലെത്തുമ്പോൾ 203 ആകുന്നു. 2001-ലെത്തുമ്പോൾ 199 ആകുന്നു. 2006-ൽ വീണ്ടും ഉയർന്ന് 235 ആകുന്നു. പക്ഷേ പിന്നെ നാം കാണുന്നത് അപ്പോഴേക്കും TMC രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. TMC എമേർജ് ചെയ്ത് പതുക്കെ വന്നു. TMC കുറച്ച് മുമ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ഗ്രൗണ്ട് പിടിച്ചു. 2011 ആകുമ്പോൾ നന്ദിഗ്രാം സിംഗൂർ ഇഷ്യൂസ് ഒക്കെയാണ് ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് കാലത്ത് ഇപ്പോൾ ഇവിടെ VSഉം അവിടെ ബുദ്ധദേവും എല്ലാം 3 സംസ്ഥാനത്ത് ഒന്നിച്ച് ഇടതുപക്ഷം ഭരിച്ച അവസാന മണി സർക്കാർ അപ്പുറത്തും ഒന്നിച്ച് 3 സ്റ്റേറ്റുകൾ ഇടതുപക്ഷം ഭരിച്ച അവസാന സന്ദർഭമാണ്. അതിൽ 2011 ആകുമ്പോഴേക്കും 2006-ലെ 235 സീറ്റ് എന്നത് ഇടതുപക്ഷം 62-ലേക്ക് താഴുന്നു. പിന്നീട് നാം കാണുന്ന കാഴ്ച 2016 ആകുമ്പോൾ ഈ 62 32 ആകുന്നു. 2021 ആകുമ്പോഴേക്കും 3.5 പതിറ്റാണ്ട് ഭരിച്ച ഒരു പാർട്ടി അവിടെ 0 സീറ്റിലേക്ക് എത്തും. ഇതാണ് ബംഗാളിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. TMCയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കും, അതല്ലെങ്കിൽ ആ വിധത്തിൽ അവരെ കീഴടക്കാൻ പറ്റും എന്നതായിരിക്കും ഒരു പക്ഷേ BJPയുടെ പ്രതീക്ഷ. BJPയും അവിടെ വളരെ വൈകി മാത്രം അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ അടുത്ത കാലത്താണ് BJP. അതിനു മുമ്പ് വളരെ നോമിനലായ ഇൻഫ്ലുവൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 സീറ്റ് നേരത്തെ രാജീവ് പറഞ്ഞ 2016-ലെ 3 സീറ്റാണ് അവരുടെ തുടക്കം. ജനസംഘത്തിനോ അല്ലെങ്കിൽ BJPക്കോ ഒരു 2011 വരെ ഒരു തരത്തിലുള്ള നിയമസഭാ പ്രസൻസും ഉണ്ടായിരുന്നില്ല. 2016-ലാകുമ്പോൾ 3 സീറ്റ് കിട്ടുന്നു. 2021-ൽ അത് 77 സീറ്റിലേക്ക് ഉയരുന്നു. അപ്പോൾ ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ നേരത്തെ ഇടതുപക്ഷത്തിനുണ്ടായ ക്ഷയം TMCക്ക് സംഭവിക്കും എന്ന പ്രതീക്ഷയിൽ നിന്നാവണം ഇത്രയും വലിയൊരു പോരാട്ടം. ഒരുപക്ഷെ ഒരു ദേശീയ സർക്കാരും BJP എന്ന ദേശീയ പാർട്ടിയും ഒന്നിച്ചു നിന്ന് അന്വേഷണ ഏജൻസികളും അതിന് പിന്നിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇത്ര വലിയ തോതിൽ ഇട്ടിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കും. ഒരു റൗണ്ട് കൂടി ഈ ട്രാൻസ്ഫോർമേഷൻ ബംഗാളിൽ സംഭവിക്കും. ഫൈനലി അവിടെ BJPയുടെ ഒരു ഡോമിനൻസ് വരും എന്നതായിരിക്കണം പ്രതീക്ഷ. ബംഗാൾ പിടിക്കുക എന്നതാണ് BJPയുടെ ഏറ്റവും വലിയ പോരാട്ടം. പലതരത്തിലുള്ള ടൂളുകൾ BJPയോട് ഉപയോഗിക്കുന്നു. ഒന്ന് പൗരത്വ നിയമ ഭേദഗതി, അതിൻ്റെ തുടർച്ചയായി ഈ ബംഗാളിലെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയെ അപ്പീസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത്.
പിന്നെ ഇപ്പോൾ അവിടെ SIR അവിടെ അവിടെ SIR BJPക്ക് അനുകൂലമായിട്ടാണ് അതെ വരിക. ഈ ഡിലീഷൻ പോലും അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള അവസ്ഥ അവർക്ക് അനുകൂലമായിട്ടാണ് വരിക. അനുകൂലമായിട്ടാണ് വരിക. SIRൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 58 ലക്ഷത്തിലധികം പേർ ഇപ്പം തന്നെ ഡ്രാഫ്റ്റ് പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇനി മൊത്തത്തിൽ 1 കോടിക്ക് 1.4 ആണ് 1,40,00,000 ആളുകളെ ഒരു പക്ഷേ ബാധിച്ചേക്കാം എന്ന സിനാരിയോ വരെ ഉയർന്നു വന്നു. 1.5 കോടി ആളുകളെ, അതായത് ഈ 58 ലക്ഷത്തിന് പുറമെ 1.5 കോടി ആളുകൾ, നമ്മൾ നേരത്തെ SIR ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ പേഴ്സണലി തങ്ങളുടെ രേഖകൾ ഹാജരാക്കണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ബംഗാളിലുള്ളത്. ആകെ 7.76 കോടിയോ മറ്റോ ആണ് അവിടുത്തെ ടോട്ടൽ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. അതിൽ 1.5 കോടി മനുഷ്യർ ഈ രേഖകളുമായി പോകേണ്ട ഒരു അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം ആർക്കായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത് എന്താ ഡിസൈൻ ചെയ്ത രീതി വെച്ചുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് BJP എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയുടെ ബെനിഫിറ്റ്സ് വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന എല്ലാ കാലത്തും എല്ലായിടത്തും BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റി മുസ്ലിം പ്രചാരണങ്ങളിലൂടെ ഈ ഹിന്ദു മെജോറിറ്റി അപ്പീസ് ചെയ്യാനുള്ള ഒരു ഈ ശ്രമം SIR പ്രക്രിയക്കെതിരെ നേരത്തെ അത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലും മമത അതേ നിലപാട് തന്നെ എടുത്തു. ഇതിൽ മമതാ ബാനർജി ആണ് ഏറ്റവും വലിയ ഫൈറ്റ് പുട്ടപ്പ് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് മമതയ്ക്ക് കിട്ടും എന്ന് കരുതുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി? അവിടെയാണ് ഞാൻ ഈ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ഈ കമ്മ്യൂണലി ഡിവൈഡ് ചെയ്ത് BJP അതിൽ വലിയ തോതിൽ വിജയം കണ്ടിട്ടുണ്ട് ബംഗാളിൽ. ചില മേഖലകളിൽ BJPയുടെ ഡോമിനൻസിൻ്റെ ഒരു കാരണം അവർ ഈ കമ്മ്യൂണൽ ഡിവൈഡിന് നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടു എന്ന് തന്നെയാണ്. ഇപ്പോൾ സിലിഗുരി മേഖല നമ്മളൊന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സിലിഗുരി വടക്കൻ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം മാത്രമല്ല, അതൊരു കമേഴ്സ്യൽ ഹബ്ബാണ്. അവിടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതര മേഖലകളിലേക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീതി BJP സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനവർ ടൂളായിട്ട് ഉപയോഗിച്ചത് ഈ ബോർഡർ ജില്ലകളുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മൈനോറിറ്റി വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രചാരണമാണ്. അതവർ വലിയ സക്സസ്ഫുള്ളായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? അത് അതിനെ തടയാൻ പാകത്തിലേക്ക് ഈ SIR പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മമത നടത്തുന്ന തെരുവിൽ തന്നെ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം. അതേസമയം വേറൊരു കാര്യം കൂടെ മമതാ ബാനർജി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഈ ഹിന്ദു അപ്പീസ്മെൻറ്റ് അല്ലെങ്കിൽ ഹിന്ദുത്വ എലിമെൻസിനെ അപ്പീസ് ചെയ്യാനുള്ള BJPയുടെ ശ്രമങ്ങളെ പ്രത്യക്ഷത്തിൽ തന്നെ നേരിടാൻ മമതാ ബാനർജി തയ്യാറായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഹാകാൽ മഹാതീർത്ഥ ക്ഷേത്രം എന്ന് പറഞ്ഞ് സിലിഗുരിയിൽ അവരൊരു ക്ഷേത്രം പ്രഖ്യാപിച്ചു. സർക്കാർ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 300 ചില്ലറ കോടി ഉറുപ്പികയാണ് അതിന് കൊടുക്കുന്നത്. ഇത് പദ്ധതി പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രമായി മാറും എന്നാണ് പറയുന്നത്. അതിന് അവർ പറയുന്ന ന്യായം, സർക്കാർ ഫണ്ട് എന്തുകൊണ്ട് ചെലവഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മാണം പൂർത്തിയായതോടുകൂടി ഇത് വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും, അതുവഴി വലിയ റവന്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. അതൊരു പരിധിവരെ ശരിയുമാണ്. അപ്പോൾ അതൊന്ന്. ബംഗാളിലെ പല ഭാഗങ്ങളിലുമുള്ള ചില ക്ഷേത്രങ്ങൾക്ക് തറക്കല്ലിടുന്നത് ഇപ്പോൾ മമതാ ബാനർജിയാണ്. ചില ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നത് മമതാ ബാനർജിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന BJPയുടെ പോളറൈസേഷൻ ശ്രമങ്ങളെ ഈ വിധത്തിൽ ടാക്കിൾ ചെയ്യാനുള്ള ശ്രമം കൂടി മമതാ ബാനർജി നടത്തുന്നുണ്ട്, നേരത്തെ ഇതിൽ നിന്ന് ഭിന്നമായിട്ട്. നേരത്തെ വളരെ വളരെ വെഹിമൻ്റായിട്ട് BJPയുടെ കമ്മ്യൂണൽ പോളിസികളെ എതിർക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്തുകൂടി ഈ ഹിന്ദു വോട്ട് ബാങ്കിനെ അപ്പീസ് ചെയ്യാനുള്ള ചില നടപടികൾ. അതേസമയം ഈ SIR വഴി ചലഞ്ച് ചെയ്യപ്പെടുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും മമത അതേ ശക്തിയോടുകൂടി നടത്തുന്നു. ഒരുപക്ഷെ SIRനെതിരെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബംഗാളിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ലിറ്ററലി തെരുവിലിറങ്ങി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അതിന് തൊട്ടുപുറകെ മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായി ഇതിനെതിരെ വാദിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു. അത് വെച്ച് വിസിബിളി ഈ SIR ത്രട്ടൺ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു ഘട്ടത്തിൽ ബംഗാളിൽ ഇത്തരത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയാൽ ഞാൻ ദേശീയ തലത്തിൽ നിങ്ങൾക്കെതിരെ മൊമെന്റം ഉണ്ടാക്കും എന്ന ഭീഷണിയും മമതാ ബാനർജി നടത്തിയിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടനാ തലത്തിലുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമിത്ഷാ പങ്കെടുക്കുന്ന നിരവധി യോഗങ്ങൾ നടന്നു, റാലികൾ നടന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് RSSൻ്റെ പ്രചാരകന്മാരെ നിയോഗിച്ചുകൊണ്ട്
താഴെത്തട്ടിൽ വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ സംഘടിതമായിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് BJPയുടെ നേതൃത്വത്തിൽ. പക്ഷേ അവിടെയും വേറൊരു പ്രോബ്ലം തടസ്സമായി വരാൻ സാധ്യതയുള്ളത്, മമതയ്ക്ക് അനുകൂലമായി വരാൻ സാധ്യതയുള്ളത്, ഈ സർക്കാർ, മമതയുടെ സർക്കാർ 2011 ശേഷം ഈ കാലയളവ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ, പെൺകുട്ടികളെ, ഇപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സോ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് സൈക്കിൾ വിതരണം. നമ്മളിവിടെ കേൾക്കുമ്പോൾ സൈക്കിൾ വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് തോന്നും. പക്ഷേ അവിടത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുപോലെ എല്ലാവർക്കും സാർവത്രികമായിട്ടുള്ളൊരു ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെ പല വിധത്തിൽ പട്ടിക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട്, മറ്റു പിന്നാക്ക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട്, മൈനോറിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒക്കെ വിവിധ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെ ജയിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇത്തവണയും ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുള്ളത്, BJPക്ക് സംഘടനാശേഷിയുണ്ട്, കേന്ദ്ര ഭരണമുണ്ട്, അവരെ പിന്തുണയ്ക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് TMCക്കും നല്ല സംഘടനാ സംവിധാനമുണ്ട്, നല്ല നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇപ്പോൾ അഭിഷേക് ബാനർജി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു സിനാരിയോയും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ BJPയുടെ വളർച്ച ബംഗാളിലേത് പറയുമ്പോൾ പൊടുന്നനെയുള്ളൊരു വളർച്ചയായിരുന്നു. 2009 6.1% നിന്ന് 2014 ആകുമ്പോൾ, അതായത് മോഡി വേവ് വരുന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17% വരുന്നു. മോഡിയുടെ ആദ്യ ഭരണകാലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് 2019 എത്തുമ്പോൾ 40.3% വരുന്നു. പക്ഷേ അവിടെ സ്റ്റാഗ്നൻ്റായി BJPയുടെ വളർച്ച. പിന്നീട് കാണുന്നത് 2024 ബംഗാളിൽ വോട്ട് കുറയുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18 സീറ്റോ മറ്റോ BJP ബംഗാളിൽ നേടുന്നുണ്ട്. 2019 40.3% വോട്ടും കിട്ടി. പക്ഷേ ആ വോട്ട് ഷെയർ 39ലേക്ക് 1% താഴ്ന്നു നിൽക്കുകയാണ് ചെയ്തത്. ഈ സീറ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കുറയുകയാണ് ചെയ്തത് അവിടെ. അപ്പോൾ അതാണ് BJPയുടെ ഒരു പീക്ക് എന്ന് കരുതാൻ കഴിയുമോ? TMCക്ക് ഈ BJPയുടെ ഈ മുന്നേറ്റത്തെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ, മീൻസ് ഈ ഒരു സ്റ്റേജ് വരെ ഉള്ളൂ ബംഗാളിലെ ഒരു വളർച്ച എന്ന് കണക്കാക്കാൻ കഴിയുമോ? അതിനൊത്ത പ്രവർത്തനം ഏതായാലും മമത അവിടെ നടത്തുന്നുണ്ട്. അതിനൊത്ത പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതിലപ്പുറത്തേക്ക്, അതായത് ഈ 39% അല്ലെങ്കിൽ 40% എന്ന വോട്ട് ഷെയറിൽ നിന്ന് ഇനി അങ്ങോട്ട് BJPക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതൊരു വലിയ ടാസ്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ലെഫ്റ്റ്, കോൺഗ്രസ് ഇവർക്കൊന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ലെഫ്റ്റിൻ്റെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രസൻസ് ഇപ്പോഴും ബംഗാളിലുണ്ട്. അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലെഫ്റ്റ്, കോൺഗ്രസ്, SDF ഈ 3 പാർട്ടികൾ ചേർന്നൊരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 പാർട്ടികളും ചേർന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കും, അത് BJPയെ സഹായിക്കും എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്ന വിമർശനം. പക്ഷേ പിന്നീട് വന്ന അനാലിസിസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുന്നണികൾ പിടിച്ച വോട്ട് തൃണമൂൽ കോൺഗ്രസിനെ സഹായിച്ചു എന്നാണ് പിന്നീട് വന്ന നിയമത്തെ പോലെയാണ്. അതെ, ഏതാണ്ട് നിയമത്തെ പോലെ. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് അപ്പോൾ ഈ പാർട്ടികൾ, ലെഫ്റ്റ് ഒരു സീറ്റ് പോലും പാർലമെൻറ്റിൽ നിയമസഭയിലില്ല. CPMൻ്റെ സംഘടനാ സംവിധാനം പശ്ചിമ ബംഗാളിൻ്റെ പല ഭാഗത്തും ഇല്ലാതായിപ്പോയി. പക്ഷേ അവരത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയ റാലികൾ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മുമ്പില്ലാത്ത വിധത്തിൽ യുവാക്കളായ നേതാക്കൾ മുന്നിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാണുന്നുണ്ട്. മേ ബി CPMും കോൺഗ്രസും ഒക്കെ കഴിഞ്ഞ തവണത്തേതുപോലെ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇടതു പാർട്ടികൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും. പക്ഷേ അതൊരു രണ്ടും ഇപ്പോൾ കോൺഗ്രസിന്റെ വോട്ടും CPMന്റെ വോട്ടും അതിൻ്റെ ഒരു വോട്ട് ഷെയറിൻ്റെ ഇമ്പാക്റ്റ് വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിളായ അവസ്ഥയിലേക്ക് താന്നിട്ടുണ്ട്. ഇപ്പം മമതാ ബാനർജി എമേർജ് ചെയ്ത് TMCയുമായി വന്നത് മുതൽ തന്നെ കോൺഗ്രസ് ബംഗാളിൽ ഏതാണ്ട് അതിൻ്റെ സ്വാധീനം ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. 2009 13% 2014 9.7%, അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ 5.6%, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4.7%, അങ്ങനെ താഴേക്ക് വരികയാണ് കോൺഗ്രസ്. CPMൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ലെഫ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. 43 നിന്ന് 23 അത് പിന്നീട് 2019 ആകുമ്പം 7.5 ആകുന്നു, 2024 ആകുമ്പം 5.7 ആകുന്നു. നമ്മൾ ഈ കാണുന്ന റാലികൾ, CPM അല്ലെങ്കിൽ ലെഫ്റ്റ് സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ DYFI സംഘടിപ്പിക്കുന്ന റാലികൾ വെച്ച് അവിടെ ഒരു റിവൈവൽ സംഭവിക്കുന്നുണ്ട് എന്നതിന്
വോട്ടിന്റെ കണക്കിൽ യാതൊരു ഇല്ല, തെളിവുമില്ല. വോട്ടിൻ്റെ കണക്കിൽ ഒരു റിവൈവലിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റും എന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷേ അത് റിവൈവ് ചെയ്തെടുക്കാനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ 5.7% 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റിന് കിട്ടിയത് CPMന് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 5% മാത്രമായിരുന്നു. 5% മാത്രം. അതിൽ നിന്ന് 5.7% ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനോ LDFനോ LFനോ സംബന്ധിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അവിടെ അവർക്ക് വോട്ട് ശതമാനം കൂടുന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷാനിർഭരമായ കാര്യമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ വശം ഞാൻ ഈ പറഞ്ഞതാണ്. CPMും കോൺഗ്രസും ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ സംഘടനാ സംവിധാനത്തെ ഏതെങ്കിലും വിധത്തിൽ ചലിപ്പിക്കുകയും കുറച്ച് വോട്ട് പിടിക്കുകയും ചെയ്താൽ അത് പരോക്ഷമായി TMC ആയിരിക്കും സഹായിക്കുക. TMC ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സമരത്തെ അതിൻ്റെ ഒരു ഇലക്ട്രൽ ഗെയിൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഈ പാർട്ടികൾ പിടിക്കുന്ന വോട്ട് ഒരു പക്ഷേ TMCയെ തുണച്ചേക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നു. CPM, കോൺഗ്രസ്, അതെ, അതെ. SDF സഖ്യം തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് എന്നുള്ളത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. തൃണമൂൽ നടത്തുന്ന, മമതാ ബാനർജി ഒറ്റയ്ക്ക് നിന്ന് നടത്തുന്ന വലിയ പോരാട്ടം, തെരുവിൽ നടത്തുന്ന 1, അവരുടെ സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ 2, അവർ ഹിന്ദു വോട്ട് ബാങ്കിനെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ 3ാമത്തത്. ഇതൊക്കെ കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഇപ്പോഴും ബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കും. മമതാ ബാനർജി എന്നത് ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയർ ആവാൻ സാധ്യതയുണ്ട്. കാരണം 2 ഡയമെൻഷനിലേക്ക് അവർ നടത്തുന്നുണ്ട്. ഒന്ന് മുസ്ലിം വോട്ടിനെയും അവിടുത്തെ ഒരു മൈഗ്രേറ്ററി വോട്ടിനെയും മൈഗ്രേഷൻ പോപ്പുലേഷൻ്റെ വോട്ടിനെയും കൂടെ നിർത്താനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം ഹിന്ദു വോട്ടിനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും നേരത്തെ രാജീവ് വിവരിച്ച ഇത്തരം നടപടികളിലൂടെ അവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു പ്രസൻസ് കുറേ കൂടി TMCയിലേക്ക് വലിയ തോതിൽ കടന്നു വരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവർ ഗ്രൗണ്ടിൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ലീഡർഷിപ്പ് ലെവലിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിലെ വനിതാ MP-മാരുടെ സാന്നിധ്യമാണെങ്കിലും അവിടെ പ്രകടനം നയിക്കുമ്പോൾ നമ്മൾ കാണുന്ന വനിതാ നേതൃത്വത്തിൻ്റെ ഒരു നിരയാണെങ്കിലും മമതാ ബാനർജി എല്ലാ ഡയറക്ഷനിലേക്കും, എല്ലാ ദിശയിലേക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന് വേണം നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് അങ്ങനെയാണ് കാണുക. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും വിജയിച്ചു വന്നവരുടെ ലിസ്റ്റും ലോക്സഭയിലും ഉണ്ട്. ലോക്സഭയിലും ഉണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യം TMCയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതലുണ്ടായിരുന്നു, താരതമ്യേന കൂടുതലുണ്ടായിരുന്നു. ജയിച്ചു വന്നവരുടെ എണ്ണത്തിലും താരതമ്യേന കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ആ വിഭാഗത്തെ സ്പെസിഫിക്കായി അഡ്രസ്സ് ചെയ്യാൻ അത് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമുകളിലും ഉണ്ട്. വനിതാ വിഭാഗം ഇപ്പോൾ കുടുംബനാഥകളായ സ്ത്രീകൾക്ക് മാസാമാസം നിശ്ചിത തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ എന്താ പറയുക, മമതാ ബാനർജി എന്ന നേതാവിലേക്കോ അവരുടെ പാർട്ടിയിലേക്കോ ഒരു വലിയ അഫിലിയേഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നൊരു സ്കീമാണത്. അപ്പോൾ ഇത്തരം ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുക. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും BJPയുടെ ആക്ഷൻ പ്ലാൻ വരിക എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ED ഉപയോഗിച്ച് നടത്തിയ റെയ്ഡുകൾ പോലെ തുടർന്ന് എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഗ്രൗണ്ട് ലെവലിലേക്ക് എത്ര തീവ്രമായിട്ടാണ് ഇവർ ഇറങ്ങാൻ പോകുന്നതെന്നറിയില്ല. SIRൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും ബംഗാളിൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുക എന്ന് നമുക്കറിയില്ല. എൻ്റെ നോട്ടത്തിൽ SIR ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായി വരാൻ പോകുന്നത്. ബാക്കിയെല്ലാം മമത ഏതാണ്ട് എഫിഷ്യൻ്റായി തന്നെ ചെറുക്കുന്നുണ്ട്. SIRൻ്റെ റിസൾട്ട് എന്താകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാനും കഴിയില്ല. എന്തായാലും പശ്ചിമ ബംഗാളിൽ വളരെ ശക്തമായൊരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മമതാ ബാനർജി എന്ന വളരെ ഷ്രൂഡായ ഒരു പൊളിറ്റീഷ്യൻ, സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്, തെരുവിൽ BJPയെ നേരിടാൻ യാതൊരു മടിയുമില്ലാതെ ഇറങ്ങി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇവരെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ 2021 ലക്ഷ്യമിട്ടത് നടക്കാതെ പോയിരുന്നു അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും. അത് ഇത്തവണ നടപ്പാക്കിയെടുക്കാൻ അമിത്ഷായ്ക്കും മോദിക്കും കഴിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.